അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷ പദവിയിലേക്ക് പുതിയയാളെ തിരഞ്ഞെടുക്കേണ്ടി വരും. സ്ഥാനമൊഴിഞ്ഞ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി യാതൊരു കാരണവശാലും മത്സരിക്കില്ല എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. മമ്മൂട്ടി തുടങ്ങിയ പ്രമുഖ നേതൃത്വത്തിൽ നിന്ന് മാറി നിന്നാൽ സംഘടന വളരെ ദുർബലമാകുമെന്നും ആരോഗ്യ ഇൻഷുറൻസ് കൈനീട്ടം ഉൾപ്പെടെ സേവനങ്ങളിൽ പലതും പ്രതിസന്ധിയിലാകുമെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. മോഹൻലാലിൻ്റെ നിലപാട് പുതിയ നേതൃത്വത്തിന് കീഴിൽ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോപണ വിധേയർ സ്ഥാനങ്ങൾ രാജിവെക്കുകയും ബാക്കിയുള്ളവർ തുടരുകയും ചെയ്യുമെന്ന വാദത്തിൽ ചർച്ചയിൽ കാര്യമായ പിന്തുണ ലഭിച്ചില്ല. എങ്കിലും എല്ലാവരും രാജിവെക്കുന്നത് ഒളിച്ചോട്ടമാണെന്ന് ചിലർ വിമർശിച്ചു. നിലവിലെ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയായി 2 മാസം തുടരുമെങ്കിലും ആർക്കും പദവികൾ ഉണ്ടാകില്ല. വീണ്ടും ജനറൽ ബോഡിയും തിരഞ്ഞെടുപ്പ് വേണ്ടിവരും. 506 അംഗങ്ങളുള്ള സംഘടനയിൽ പൊതു നേതൃത്വം ഉണ്ടാകണമെങ്കിൽ യുവനിര മുന്നോട്ട് വരേണ്ടി വരും. തിരക്കുള്ള നായിക നിര ഇതിന് തയ്യാറാകുമോ എന്ന് ചോദ്യമുയർന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി 2 മാസത്തിന് താഴെ മാത്രമാണ് പ്രവർത്തിച്ചത്. ജൂൺ 19 പ്രസിഡന്റായി മോഹൻലാലും ട്രഷററായി ഉണ്ണി മുകുന്ദനും തിരഞ്ഞെടുക്കപ്പെട്ടു. 30 മറ്റു ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ജനറൽ സെക്രട്ടറി സിദ്ദീഖിൻ്റെ രാജി തൊട്ടു പിന്നാലെ വൻ വിമർശനമാണ് സംഘടന ഏറ്റുവാങ്ങേണ്ടി വന്നത്. അമ്മയ്ക്ക് വീഴ്ച പറ്റിയെന്ന് പൃഥ്വിരാജ് അഭിപ്രായപ്പെട്ടതോടെ ഇതേ അഭിപ്രായമുള്ളവർ പിന്തുണയേറി. ആരോപണം നേരിടുന്ന ബാബുരാജ് സ്ഥാനമൊഴിയണമെന്ന് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടു. താൽക്കാലിക ജനറൽ സെക്രട്ടറി പദവി പോലും ബാബുരാജ് വഹിക്കരുത് ആവശ്യപ്പെടുന്ന വിഭാഗവും ഇതിനോട് എതിർപ്പുണ്ടായി. ജഗദീഷ് ജനറൽ സെക്രട്ടറി ആകണമെന്ന ചർച്ച ഇതിനിടയിൽ ഉണ്ടായി. ഒരു വനിത ഈ പദവിയിൽ എത്തട്ടെ എന്ന അഭിപ്രായമുയർന്നു. ചർച്ചകൾ കലുഷിതമാകുന്നതിന് മുമ്പ് കൂട്ടരാജി ഫോർമുലയിലേക്ക് കാര്യങ്ങളെത്തി. കല്ലൂർ ദേശാഭിമാനി റോഡിലെ അമ്മ ആസ്ഥാന മന്ദിരം ഏതാനും ദിവസങ്ങളായി ആളൊഴിഞ്ഞ നിലയിലാണ്. ഇന്നലെ മന്ദിരത്തിൻ്റെ ഷട്ടറും ഗേറ്റും വരെ പൂട്ടിയിരുന്നു. ഏതാനും ദിവസം മുമ്പ് നൃത്ത ഡബ്ബിംഗ് ക്യാമ്പുകൾ മറ്റും സജീവമായിരുന്നു.